ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് പിന്നെ ബിഗ് ബോസ് ഒരു 7ന്റെ മണി തന്നെയല്ലേ കൊടുത്തേക്കുന്നത്. പറഞ്ഞത് കറക്റ്റായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കാണാത്തവരും കൂടെയാണ്. ക്യാപ്റ്റൻസി ടാസ്ക്, അതായത് ക്യാപ്റ്റൻസി ടാസ്ക് അല്ല, ഒരു എല്ലാവരെയും വിളിച്ചിട്ട് പറയുന്നുണ്ട് ആരാണ് ക്യാപ്റ്റൻ ആകാൻ യോഗ്യത ഇല്ലാത്തവർ, അവരുടെ പേര് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ പേര് ടാർഗറ്റ് ചെയ്യുന്നതൊന്ന് അനീഷിനെയാണ്. അനീഷിൻ്റെ മുഖത്ത് എല്ലാവരും ആ ക്രീം തേക്കുവാണ്, തൂത്തിട്ട്. അപ്പോൾ ഒരു യോഗ്യതയില്ലാത്ത ഒരാളാണ് അനീഷ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ക്രീം തേക്കപ്പെട്ടത് അനീഷിൻ്റെ മുഖത്താട്ടോ. അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്, ഇത് സീസൺ 7 അല്ലേ, നിങ്ങൾക്ക് കിട്ടിയത് 7ന്റെ പണിയല്ലേ. അപ്പോഴാർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾ നിയമാവലി ശരിക്കും വായിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഏറ്റവും കൂടുതൽ ക്രീം ആരുടെ മുഖത്താണ് തേച്ചേക്കുന്നത്, അവരാണ് ക്യാപ്റ്റൻ എന്ന്. അങ്ങനെ നമ്മുടെ അനീഷ് ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. പക്ഷേ അനീഷ് കുറച്ച് ഭയങ്കര ഓവറാട്ടോ. ഭയങ്കര, എനിക്ക് തോന്നുന്നു പിന്നെ നെഗറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനാണെന്ന് തോന്നുന്നു. വല്ലാണ്ട് ഷൗട്ട് ചെയ്യുന്നു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. പക്ഷേ പ്രമോ പറയുന്നുണ്ട് വല്ലാണ്ട് ട്രിഗറാവുന്നവരും വല്ലാണ്ട് നന്മമരം കളിക്കുന്നവരൊക്കെ ഔട്ടാവും എന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസ് ഷോ നന്മമരം കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വലിയ റെസ്പെക്റ്റ്. പിന്നെ അനീഷ് പറയുന്നത് റെസ്പെക്റ്റ് എനിക്ക് എല്ലാവരും തരണം, ഞാൻ തരും, എല്ലാവരും എനിക്ക് തരണം എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരും പറയാണ്ട് കൊടുക്കേണ്ട കാര്യമാണ്, തിരിച്ചും കിട്ടണം. വെറുതെ ഷൗട്ട് ചെയ്ത് എല്ലാവരും കൂടി വാരി അലക്കി ഇട്ടൊന്നും കാര്യമില്ല. പിന്നെ അങ്ങനെ 7ന്റെ പണി കിട്ടിയിട്ടുണ്ട് എല്ലാ അംഗങ്ങൾക്കും. ഒട്ടും പ്രതീക്ഷിക്കാതെ അനീഷ് ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ കൺഗ്രാജുലേഷൻ അനീഷ്. പിന്നെ ഒന്ന് നമ്മുടെ രേണുസുധീനെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവരും ടാർഗറ്റ് ചെയ്ത് ഓൾറെഡി പുള്ളിക്കാരിക്ക് പുറത്ത് നെഗറ്റീവ് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ കുറച്ചുകൂടി നെഗറ്റീവ് ആക്കിയിട്ട് പുള്ളിക്കാരിയെ പുറത്താക്കാൻ നോക്കുന്നുണ്ട്. കാര്യമൊന്നുമില്ല. കാരണം അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടുക എന്ന് ഇപ്പോഴും പ്രേക്ഷകർ അവിടെയുള്ള കണ്ടസ്റ്റൻസ് മനസ്സിലാക്കിയില്ലെന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നുന്നത്. കാരണം 7 സീസണായി, നമ്മൾ 6 സീസൺ കണ്ടിന്യൂസായി കണ്ടിട്ട് എല്ലാവർക്കും അറിയാം എന്ത് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ എല്ലാവരും കൂടെ ഒരാളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കേ കിട്ടത്തുള്ളൂ. അവരിലാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ പോവുക. അപ്പോൾ രേണുസുധി കുഴപ്പമൊന്നുമില്ല, പാട്ടൊക്കെ പാടുന്നുണ്ട്, കുറേ ആക്റ്റീവ്, ഒരു പാട്ടൊക്കെ പാടി പൊളിക്കുന്നുണ്ട്, നന്നായി പാടുന്നുണ്ട്. നന്നായെന്ന് വെച്ചാൽ നമ്മളെയൊക്കെ പോലെ സാധാരണ പോലെ പാടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും താളം പിടിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ട് അവൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നല്ല രസമുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഭയങ്കര ആക്റ്റീവ് ഒന്നുമല്ല. പിന്നെ അത്രയല്ലേ ഉള്ളൂ, അതായിരിക്കാം മേ ബി. നമുക്ക് നോക്കാം, പോകുന്ന കുറച്ച് എപ്പിസോഡിലൊക്കെ നമുക്ക് കാണാം എങ്ങനെയാണ് രേണുസുധി പെർഫോമൻസ്. ഇപ്പോൾ പുറത്ത് ഹൈ റേറ്റിങ്ങിലുള്ളത് രേണുസുധിയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കൂടി ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം, ബായ്.